മാസ് മസാല ഉള്ള പടങ്ങളല്ല, ആക്ഷൻ ഹീറോസോ ഒന്നുമല്ല. സാധിച്ചെടുത്ത് കൊണ്ട കഥാപാത്രങ്ങൾ, കൃഷ്ണതാങ്കളുടെ കഥാപാത്രങ്ങൾ. അപ്പോൾ ക്യാരക്ടേഴ്സ് വലിയ ഹീറോയിസ് അല്ലെങ്കിൽ മാസ് ഡയലോഗുകൾ പറയുന്നത് മാത്രമല്ല, പെർഫോമൻസിലൂടെ ആളുകളിൽ ഉള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഓവർ ആക്ഷൻ ലെവലിലേക്ക്, ഒരു ആക്ടർ എന്ന ലെവലിലേക്ക് ഒരു ഇന്ന ലെവലിലുള്ള പെർഫോമൻസ് വേണം എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടർ ആയാലും ഇന്ന ലെവലിൽ പെർഫോം ചെയ്യുന്ന സീനുകൾ വേണം എന്നുള്ളതോ? അങ്ങനെയില്ല. ഇപ്പൊ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു കറക്ഷൻ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, ശരിക്കും മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട്, അതായത് ഇവിടെ എപ്പോഴും ലിറ്ററേച്ചറിന് ഭയങ്കര, എഴുത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സിനിമയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എക്സ്പെരിമെന്റുകൾ ഒരുപാട് കൂടുതൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം പണ്ട് തൊട്ടേ. കാരണം ഇത് എനിക്ക് അത് കൂടുതൽ ഇതായത് ഞാൻ പരസ്യങ്ങൾ സംവിധാനം ചെയ്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ പരസ്യം ചെയ്യുന്ന സമയത്ത് തിരുസാറായിരുന്നു അതിൻ്റെ DOP. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയായിരുന്നു. അദ്ദേഹമൊക്കെ അന്ന് പഠിക്കുന്ന സമയം തന്നെ ഇവിടെ വരുന്ന സിനിമകൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഏതാണ്. അപ്പോൾ അത്തരത്തിൽ കാലങ്ങളായിട്ട് മലയാളത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എല്ലാ സമയത്തും. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ ഭാഷയിലുള്ള പല സിനിമകളിലും പല ലാംഗ്വേജിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ മാത്രമല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇവൺ ബോളിവുഡ് പോലും. കാരണം ഒരു കാലത്ത് കമേഴ്ഷ്യൽസ് മാത്രം ഉണ്ടായിരുന്ന അവിടെ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനൊരു പേസ് ഉണ്ടാവും. അതിനൊരു ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഏത് ലെവലിൽ മീറ്ററിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ആ സബ്ജക്റ്റാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിയർ ഫ്രണ്ടിൻ്റെ ഒരു പേസിങ് നമുക്ക് ആദ്യമേ ഇങ്ങനെ ആയിരിക്കണം ഇത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു സിനിമ. ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സിനിമയിൽ അതിൽ വേറൊരു പേസിൽ വേറൊരു ഇതായിരിക്കും. അത് ആക്ടർ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് ആ ക്യാരക്ടറും അല്ലെങ്കിൽ ആ എന്താണ് അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞുള്ള അതിൻ്റെ ഒരു റിതം കിട്ടാൻ വേണ്ടിയിട്ടൊരു ടൈം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആക്ടറിനേക്കാൾ കൂടുതൽ അത് ഡയറക്ടറിലാണ് അത് ആദ്യം വരുന്നത്. അപ്പം ആ രീതിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ വിഷനുള്ള ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആക്ടറിന് വളരെ ഈസി ആയിരിക്കും. ഇന്നലെ ഒരു വീഡിയോ 1 മില്യൺ അബോവ് വൈറലായിട്ട് കളിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതായത് പടം കഴിഞ്ഞിറങ്ങുന്ന ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ ആസിഫിന്റെ ഒരു വീഡിയോ എടുക്കുന്ന വീഡിയോ ഭയങ്കര വൈറലാണ്. അതിനുള്ള കമന്റ്സ് ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ ഇതുപോലെ ചേർത്ത് ജീവിതത്തിൽ ഉണ്ടാവുന്ന കൊണ്ട് ഭയങ്കര കമന്റ്സ് വരുന്നുണ്ട് സോഷ്യലി. ആസിഫിക്ക് എന്തായെന്ന് പറഞ്ഞു പടം കണ്ടു കഴിഞ്ഞത്? പടം കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്റെ ചേട്ടനല്ലേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് തലേന്ന് ഇക്കാര്യം ഞങ്ങൾ ഫുൾ ക്രൂ പോയി കണ്ടിരുന്നു. അവിടെ തൊട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വിശ്വാസം ഇല്ല തന്നു. എടാ പടം നന്നായി വരും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഓറ ഞങ്ങൾക്ക് തന്നാണ് അവിടെ നിന്ന് വിട്ടത്. അപ്പോ അത് കഴിഞ്ഞ് അത് ഈ പറഞ്ഞല്ലേ എന്റെ ചേട്ടനല്ലേ പിന്നെ ഏതൊരവസ്ഥ വന്നാലും ചേട്ടൻ കൂടെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കിൽ വേറെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണേലും ക്യാമറ അസിസ്റ്റൻസ് ആണേലും പറഞ്ഞ ഇവന്റെ ക്യാമറ DOPയുടെ ക്രൂ ആണേലും എല്ലാരും ഒരു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സ്, എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ബോണ്ടും ഭയങ്കര ഫ്രണ്ട്സ് പോലെ തന്നെയാണ് ഇപ്പൊ. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇനിയും കുറെ ആൾക്കാർ എല്ലാരും വന്നു കഴിഞ്ഞാൽ ഞങ്ങള് അല്ലെ ബാക്കിലേക്ക് കുറെ പേരുണ്ട്. അവരോടൊക്കെ ഭയങ്കര ഭയങ്കര നന്ദിയുണ്ട്. ആ സൗഹൃദത്തിനും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് അവരെയും കൂടെ ഒരു അധ്വാനമാണ് ഇപ്പോ ഞങ്ങൾ ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ളൊരു കാരണം. അപ്പോ അവരുടെ സപ്പോർട്ടിനും ഭയങ്കര നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. പകുതി നമ്മുടെ മഴയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, ബാക്കി നമ്മൾ അങ്ങനെ റെയിൻ യൂണിറ്റിനെ കൊണ്ടുവന്നിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ഇംപ്രവൈസേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇംപ്രവൈസേഷൻ എനിക്ക് വെളിപ്പെടുത്താത്തതാണ്. ഇതിന്റെ ശരിക്കും ഇതിന്റെ ടൈലന്റ് ഇതായിരുന്നില്ല, അത് പിന്നെ ലേറ്റർ ഓൺ ഇംപ്രവൈസ് ചെയ്തു. അപ്പൊ അങ്ങനെ പല ഇംപ്രവൈസേഷൻ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു കുഴിയിൽ വീഴുന്നുണ്ട്, പടം കണ്ടപ്പോൾ മനസ്സിലാവും. അതേപോലെ ഒരു കുഴിയിൽ അസ്കറിനെ വീഴ്ത്തി ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നെ പടത്തിലില്ല. അപ്പൊ അങ്ങനെ
സെക്കൻഡ് പാർട്ടിൽ സോറി അത് റിവീൽ ചെയ്തു. അപ്പൊ അങ്ങനെ പല ഇംപ്രൂവൈസേഷനും അത് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരിക്കൽ നമ്മൾ ഫസ്റ്റ് എഴുതി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ബോർഡ് സ്ക്രിപ്റ്റിൽ നിന്നല്ല ഫൈനൽ സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ ഈ സിനിമ അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്ന് ഫൈനലി വിഷ്ണു കയ്യിലെത്തുമ്പോൾ ആ സിനിമ മറ്റൊരു രീതിയിൽ വളരുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരുപാട് ഘടകങ്ങൾ വന്നു. ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇപ്പോൾ വേറെ കാര്യമൊക്കെ ഇപ്പൊ വിനീതേട്ടൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ അടി എടുത്തിട്ട് കമന്റ് ഗ്രീൻ ഗോഡ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ഗോഡ് ഓഫ് ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് എപ്പോഴും കാണാറുണ്ട്. അതെയാണ് വന്ന് ഫീൽ ചെയ്യുന്നത്. അല്ല, ഞാൻ ബേസിക്കലി എന്താ പറയുക, ഞാൻ അതിനുവേണ്ടി ഞാനൊരു എഫേർട്ടും എൻ്റെ ഭാഗത്ത് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമോ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് തോന്നേണ്ട കാര്യമില്ല. ഞാൻ അതിനായിട്ട് ഒരു എഫേർട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ എനിക്ക് മറ്റു എനിക്ക് ചില ഫോക്കസുകളുണ്ട്, ചില കാര്യങ്ങൾ, അത് എൻ്റെ ഫ്യൂച്ചർ പരിപാടികളുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻ്റെ ലുക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സ്കിൻ കെയറിങ്ങോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും ഇല്ല. ചില നേരത്ത് ഞാൻ തന്നെ ആ പോസ്റ്റുകളിൽ നിന്ന് കമന്റുകൾ ഇങ്ങനെ മായിച്ച് കളയാറുണ്ട്. കാരണം എനിക്കത് വലിയൊരു എക്സൈറ്റ്മെന്റ് കേടായിരുന്നു. കാരണം അതല്ലാതെ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളിലാണ് എൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ അത്ര എക്സൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ആക്ടിങ് ഏരിയയിലായാലും എന്താ പറയുക ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും കണ്ണ് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഇപ്പം കണ്ണ് മാത്രമല്ല, അത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവരുടെ എല്ലാ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആ ക്യാരക്ടറിൻ്റെ മൂഡ് എന്താണ് അതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കണം. അതിനകത്ത് കണ്ണിനൊരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യമില്ല. പക്ഷെ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ കണ്ണുകളെ കുറിച്ചിട്ട് പല ചോദ്യങ്ങളും എനിക്ക് വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ കണ്ണ് നമുക്ക് കാണുന്നതല്ലല്ലോ, മറ്റുള്ളവർ കണ്ടു പറയുന്നതല്ല. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഉണ്ടെന്നല്ലാതെ അഭിനയിക്കുന്ന സമയത്ത് ഇനി കണ്ണുകൊണ്ട് അഭിനയിച്ചേക്കാം അങ്ങനെയൊന്നുമില്ല. ആ ക്യാരക്ടർ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ മൂഡ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക, അയാളുടെ അടുത്ത് മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ക്യാരക്ടറിന്റെ വെയർബോട്ട്സ് അറിയാനും ആ ക്യാരക്ടറിന്റെ മൂഡ് അറിയാനും വേണ്ടിയിട്ട് മാക്സിമം ഞാൻ കാര്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എൻ്റെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ ആ ഇൻഡ്യൂഷന് വിട്ടു കൊടുക്കാം. അല്ലാതെ ഈ പറയുന്ന പോലെ അങ്ങനെ കണ്ണ് അങ്ങനെ കൂടെ പിറവത്തുന്ന എല്ലാ ദിവസവും ബൈക്കില് ബൈക്കെത്തുന്ന എല്ലാ ദിവസവും ബൈക്കില് വരും. അപ്പൊ ഡബിന് വരുമ്പോ ഞാൻ ചോദിക്കാം തിരിച്ചു പോകണം. പക്ഷെ അവരുടെ ഒരു എനർജി ഉണ്ട് ആ ടൈമില്, നമ്മുടെ ഡയറക്ഷൻ ടീമിന്റെ ഒരു എനർജി. പോളി പിള്ളേരാണ് ഇവന്മാര്. ഇനി മലയാള സിനിമ ഭരിക്കും. ഈ സിനിമയുടെ തുടക്കത്തിൽ ദൈവത്തിന് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി എന്ന് ചിത്തു വരുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിമയ്ക്ക് നമ്മൾ സിനിമയിൽ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ചെറിയ പ്രതിമയല്ല, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം കാടിന്റെ ഉള്ളിൽ ഇതിന്റെ തല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയേക്കാൾ വലുപ്പമുള്ള സാധനങ്ങളെ കാണുമ്പോൾ അത് അറ്റാക്ക് ചെയ്തത്. അത് നമ്മൾ അവിടുന്ന് കേട്ടൊരു അറിവാണ്. അപ്പൊ ഫസ്റ്റ് എപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ ആദ്യം ഞാൻ നോക്കി ഇതിന്റെ തല കാണുന്നുണ്ടോ. പക്ഷെ അത് കണ്ട ഒരു സമാധാനമാണ്. ഓക്കെ, ഇന്ന് ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പ്രപഞ്ചം വളരെയധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അണലി അതുപോലെ വളരെ വിഷമാണ് കൂടിയ പാമ്പുകൾ മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടോണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോയില്ല. ഞങ്ങൾ ഒരു സൈഡിലൂടെ നടക്കും. പക്ഷെ ആ പോകുന്ന ആളുകൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് അവിടെ പാമ്പുണ്ട്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കും, കാണും. അങ്ങനെ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴ പറഞ്ഞാൽ ആ മഴയും പ്രകൃതിയും അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ പിറകിലുള്ള 100-300 ആളുകൾ പിറകിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ചൊരു സിനിമയാണ് സംഭവം. അതുപോലെ ലൈറ്റിംഗ് അതിഭീകര പകൽ ടൈം ആണെങ്കിലും നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരങ്ങളുടെ ഇടയിലല്ലേ നമ്മൾ നിൽക്കുന്നത്, നമുക്ക് വേറെ അവിടെ വേറെ ഷെൽട്ടർ ഒന്നുമില്ല. അപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട സാധനങ്ങൾ ഞങ്ങൾ വളരെ പേടിച്ചു. പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു സ്ക്രീനിൽ. നമുക്ക് ആ കാറ്റും പലപ്പോഴും മഴ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെപ്തിലേക്ക് മഴ കിട്ടാറില്ല. പക്ഷെ റിയൽ മഴ ഉണ്ടായതുകൊണ്ട് ആ അന്തരീക്ഷവും ലൈറ്റും ഒക്കെ അതിന് അനുകൂലമായിരുന്നു. അതായത് എന്റെ ഇത് ആക്ട് ചെയ്തപ്പോൾ ഉള്ള സന്തോഷമാണോ?
ഇപ്പോഴത്തെ ഒരു സന്തോഷം. ഓക്കെ, ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ കുറെ സ്പോയിലേഴ്സ് ഉണ്ട് പറയാനാണെങ്കിൽ, ബട്ട് അല്ലാതെ ഈ സിനിമയിലെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു, ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. അത് തന്നെയാണ് ഒരു അത് എനിക്ക് തോന്നുന്നു ഇതിലെ ക്യാരക്ടറെ പറ്റി എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോഡ്വിൻ, പിന്നെ എഡിറ്റർ അർജുൻ, ഇവരൊരു മാജിക് അതിൽ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇവര് പുതിയ ആൾക്കാരാന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും, പക്ഷെ അവരുടെ എഫേർട്ട് ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇതില് മെയിൻ എഡിറ്ററും അവൻ തന്നെയാണ്, സ്പോട്ട് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ട്രെയിലർ കട്ടും ഇപ്പം നമ്മുടെ പൊതുവെ സിനിമ ഇറങ്ങിയിട്ട് ട്രെയിലർ വേറൊരു എഡിറ്റർ ആയിരിക്കും ചെയ്യുന്നത്. ഇതില് അർജുൻ തന്നെയാണ് ട്രെയിലർ കട്ടും ചെയ്തേക്കുന്നത്. സോ എല്ലാവരും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. അതിന്റെ കൂടെ ഈ പറഞ്ഞ ലാസ്റ്റ് നിമിഷമാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്. വിഷ്ണു ചേട്ടൻ വന്ന മറ്റേ തിരി കൊളുത്തി വിടുന്നത് പോലെയാണ്. പിന്നെ ഒരു ഒറ്റ പോകാതെ ഇനി തിയേറ്ററിലുണ്ട്, നിങ്ങൾ എല്ലാം പോയി പടം കാണുക. ഉറപ്പായിട്ടും എന്തായാലും ഓൾറെഡി റിവ്യൂസ് വന്ന് നിങ്ങൾ പലരും പടം കണ്ടവര് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് മലയാള സിനിമയില് ഒരു ചിത്തു ഉണ്ടാക്കിയ ഒരു അത്ഭുതമാണ്, ഒരു സംഭവമാണ് ഈ സിനിമ.